ഈ അടുത്ത ആഴ്ചകളിൽ ചില കാര്യങ്ങൾ ഉരുണ്ടുകൂടിയാൽ അധികാരത്തിലും വരില്ല. ഒരു സംശയവും വേണ്ട. 273 എന്നുള്ള മാർജിൻ കടക്കാൻ നിങ്ങൾ കണ്ടോ? 29 കഴിഞ്ഞുള്ള ആഴ്ചകൾ കഴിഞ്ഞാൽ കണ്ടോ? ഇനി തേർഡ് ഫേസ് മെയ് 7 സ്റ്റാർട്ട് ചെയ്യുന്ന. അതിനു മുമ്പ് ചില സംഭവവികാസങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ കടക്കൂല. അതല്ല ഞാൻ പറഞ്ഞല്ലോ, കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ SNC ലാവലിൻ കേസ് അവസാനിപ്പിക്കും. ആരവസാനിപ്പിക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, CBI. മറ്റ് കേസുകളിലെ അന്വേഷണങ്ങൾ പല ഘട്ടങ്ങളിൽ നിർത്തിവെച്ചേക്കുന്നതെല്ലാം ഒഴിവാക്കും. പിന്നെ 26-ൽ LDFന് വീണ്ടും വരാനുള്ള സാഹചര്യം ഒരുക്കും. ഓൺലി തൃശ്ശൂർ ഒരു സീറ്റ്. മൂവാറ്റുപുഴ അതിന് കാൻഡിഡേറ്റിനോട് ഒപ്പിക്കണ്ടേ? അതനുസരിച്ച്. പക്ഷെ ഇപ്പോൾ ആ മൂവാറ്റുപുഴ ഓപ്പറേഷൻ നടക്കൂല. നിങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ച് വല്ല ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? മൂവാറ്റുപുഴയുടെ കാലത്ത് നിങ്ങൾ ഇത്ര ആയിട്ടില്ല. മൂവാറ്റുപുഴ നടത്തി. ഇസ്മയിലിന് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്ത് 500 വോട്ടിന് PC തോമസിനെ ജയിപ്പിച്ചത് കമ്മിറ്റ്മെന്റ്. പിന്നെ പിണറായി വിജയനൊരു ക്വാളിറ്റി ഉണ്ട്. അതെന്റെ അനുഭവസ്ഥനാണ്. എനിക്കെതിരെ ദല്ലാൽ നന്ദകുമാറിനെ കേസിപ്പെടുത്തി ഉള്ളിലാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹം ഇറക്കി വിടുകയാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ എതിർത്തപ്പോഴും അദ്ദേഹം ക്വാളിറ്റി കീപ്പ് ചെയ്ത് സാധാരണ ചെവി തിന്ന്. എന്നിട്ട് എനിക്കെതിരെ കൊണ്ടുപോയ പെറ്റീഷൻ രവീന്ദ്രനും പഴയ അഡ്വൈസർ ഉണ്ടല്ലോ, ഇപ്പോൾ ശശിക്ക് പകരം മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ അതിൽ ദേശാഭിമാനിയിലേക്ക് പോയി. ഈ രവീന്ദ്രനൊപ്പം തന്നെ ദിനേശനും മേണിച്ചൊരു SP ഏൽപ്പിച്ച്. പക്ഷെ അങ്ങനെ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ പറഞ്ഞ് അതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്വാളിറ്റി ഉണ്ട്. അതായത് അന്നത്തെ BJPയുടെ കാലത്ത് MOS ആയിരുന്ന PC തോമസിന്റെ സഹായത്തിന് പകരം അവിടെ മത്സരം നടത്തി 500 വോട്ടിന് PC തോമസിനെ കടത്തി വിട്ടു. പക്ഷെ ഇപ്പൊ പറ്റൂല. അതായത് ഓൾറെഡി കാനം രാജേന്ദ്രൻ LDF കൺവീനർ എന്ന നിലയ്ക്ക് അത് CPIയുടെ ശക്തനായ കാൻഡിഡേറ്റ് വരുന്ന സൗണ്ട് ചെയ്തിരുന്ന സീറ്റാണ്. പിന്നെ സുനിൽ കുമാർ സ്ഥാനാർത്ഥിയാവാൻ കച്ചകെട്ടി മുമ്പേ തന്നെ പര്യടനം തുടങ്ങിക്കഴിഞ്ഞ സ്ഥലമല്ലേ? അതെനിക്കറിയില്ല. കാനം മരിച്ചുകൊണ്ട് നമുക്ക് കാനത്തിന്റെ ആഗ്രഹം സഫലമാക്കിയൊന്നും ഞാനില്ല പറയാം. ഇങ്ങനെ ഘടകകക്ഷിയുടെ സീറ്റാന്നല്ലാണ്ട് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റില്ല CPMന്റെ സീറ്റാന്ന് പറയാൻ പറ്റുമോ? കോംപ്രമൈസ് ചെയ്യാന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് മുന്നണിയുടെ സീറ്റാണ്, മറ്റ് സ്ഥലം മാറിയാൽ പരിശോധിക്കാം. അപ്പോൾ തിരുവനന്തപുരം ഉദ്ദേശിച്ച് തിരുവനന്തപുരം മനസ്സിലായി. പിന്നെ വേറൊരു ആരോപണം സുധാകരൻ പറഞ്ഞത് തിരുവനന്തപുരം ശ്രമിക്കാനാ പറഞ്ഞത്. വേറൊരു ആരോപണം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ മീഡിയേറ്റർ ആയെന്ന്. രാജീവ് ചന്ദ്രശേഖർ ഈ റിസോർട്ടിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ആ എസ്റ്റാബ്ലിഷ്മെന്റിനെ മാനേജ് ചെയ്യണ്. മനസ്സിലായ? അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി അതിന്റെ നടത്തിപ്പ്, അതായത് സ്ഥാപനത്തിൽ ശമ്പളം കൊടുക്കുന്നത് റിസോർട്ട് തന്നെ, നടത്തിപ്പ് ചുമതല, അതായത് സെക്യൂരിറ്റിയെ നമ്മൾ കാവലിന് വീടിന്റെ ഉമർത്ത് നിർത്തണ പോലെ ഒള്ളി കോൺട്രാക്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടെന്നാണ് സുധാകരൻ പറഞ്ഞത്. അതിന് ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറും ദുബായി വെച്ച് സംസാരിച്ചെന്ന്. ശോഭാ സുരേന്ദ്രന് ദുബായിലേക്ക് പോവാൻ ചില വിഷമതകൾ, മിഡിൽ ഈസ്റ്റിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. പിന്നെ എങ്ങനെ പോവും? 2, ശോഭാ സുരേന്ദ്രൻ എന്താ ചെയ്തതെന്നറിയാമോ? എങ്ങനെയും സംസ്ഥാന BJP കുന്നുമ്മൽ സുരേന്ദ്രനെ അടിച്ചെടുക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഞാൻ വഴി ഈ ഡിസ്കഷനിലേക്ക് കടന്നുകൂടാൻ ശ്രമിച്ചു. എന്നോട് പറഞ്ഞ് PMOയിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിയോഗിച്ച ഒരാൾക്ക് എന്നെ കാണണം, ഡൽഹിയിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് വേണം, ചെന്നൈ വഴി മതി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചെന്നൈ വഴി? എനിക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മീറ്റിംഗ് ഞാൻ TM ഒപ്പിക്കാം, ചെന്നൈ വഴി ഡൽഹിക്കും വരാം. ഞാൻ ടിക്കറ്റും കൊടുത്തു. കേട്ടോളണം. കഴിഞ്ഞ ദിവസം പൊക്കി കാണിച്ച് ഇതെല്ലാം തന്ന ടിക്കറ്റ് സത്യമാണ്. ഒന്നല്ല ഒരുപാട് തവണ മേടിച്ചെന്ന് ടിക്കറ്റ്. എന്നിട്ട് പറഞ്ഞ് ഭൂമിയുടെ അവിടെ കുറച്ചോളാൻ. ടിക്കറ്റ് കൊടുത്ത് കുറയ്ക്കാനുള്ള ഭൂമിയല്ലേ വിൽക്കാൻ വെച്ചത്.